ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രേഷൻസ്. അപ്പം നമ്മളുടെ ഓണ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടിയ സമയമായിരിക്കും ഇപ്പോൾ ഓണ എക്സാമിൻ്റെ മുമ്പ് ഞാൻ 11 ഡേയ്സ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റഡി ടിപ്സിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഓൺ എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടിയപ്പം ആ 11 ഡേയ്സ് ചാലഞ്ചൊക്കെ എത്രത്തോളം യൂസ്ഫുള്ളായി എന്നുള്ളതും കൂടി ഞാൻ ഒരു വീഡിയോ ചെയ്യണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ എനിക്ക് ഇപ്പം പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓൺ എക്സാം കഴിഞ്ഞിട്ടുള്ള എല്ലാ പേപ്പറും കിട്ടിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ. ഇപ്പം 6 പേപ്പറും കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ എന്ന് അപ്ലോഡ് ചെയ്യുക, വൈകാതെ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മാർക്ക് എല്ലാത്തിലും എത്ര ഉണ്ട് എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് തന്നെ ഹിന്ദിയാണ്. ഞാൻ വീഡിയോ ആദ്യമായിട്ട് കണ്ടവർക്ക് വേണ്ടിയാണ് പിന്നെയും പറയുന്നത്. ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കുന്നത്. സോ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. ഫസ്റ്റ് ഹിന്ദിയിൽ വന്നിട്ട് 79 മാർക്കാണ് 80. അതിൽ ഈ കാണുന്നതാ ആദ്യത്തെ സംഭവം മാത്രം തെറ്റി, ബാക്കിയൊന്നും അങ്ങനെ തെറ്റി വന്നിട്ടില്ല. 79 മാർക്കാണ് ഹിന്ദിയിൽ. ദെൻ അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിലാണ് എനിക്ക് കുറേ അശ്രദ്ധ കൊണ്ട് കുറച്ച് തെറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞാൻ പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ കോൺസെപ്റ്റ് എഴുതുമ്പം തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ കണക്ക് ചെയ്തത് തീരെ അശ്രദ്ധ കൊണ്ട് തെറ്റി ഒരെണ്ണം. അങ്ങനെ ഒരു ഇത്തിരി തെറ്റുകൾ എക്കണോമിക്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്കണോമിക്സിൽ 73 മാർക്കാണ് 80. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ഒട്ടും ഈ മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വൺ വേർഡൊക്കെ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ച ആ ഒരു ടെക്സ്റ്റൊക്കെ അപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓർമ്മ വെച്ചിട്ടാണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തത്. വൺ വേർഡ് ചിലത് തെറ്റിയിട്ടുണ്ട്, ഒരു വൺ വേർഡ് മറ്റോ തെറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ വന്നിട്ട് നമുക്ക് 16 ക്വസ്റ്റ്യൻസ് മറ്റും ഉണ്ടാവും വൺ വേർഡിൽ. അതിൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ അത് ചോയ്സ് ഒന്നും വിടാതെ ആ 16 മാർക്കിനുള്ളതും അറ്റൻഡ് ചെയ്തതുകൊണ്ട് അവിടെ നമുക്ക് മാർക്ക് കിട്ടും. ഏതെങ്കിലുമൊക്കെ ശരി ഉണ്ടാവുമല്ലോ. നമ്മൾ എഴുതി കഴിഞ്ഞാൽ എല്ലാം ശരിയാവില്ല ഉറപ്പുള്ളത് കൊണ്ടാണ് എല്ലാം എഴുതിയത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ശരി ഉണ്ടല്ലോ. അതുകൊണ്ട് പൊളിറ്റിക്സിൽ 80 മാർക്കുണ്ട്. പിന്നെ അടുത്തത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ ഇതേപോലെ തന്നെ വൺ വേർഡ് ഞങ്ങൾക്ക് കുറേ എണ്ണം തരും. അതിൽ കുറച്ചെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഹിസ്റ്ററി ടീച്ചർ പറഞ്ഞു വൺ വേർഡ് നന്നായിട്ട് ശ്രദ്ധിക്കണം, അതിനാണ് മാർക്ക് പോകുന്നത് ടീച്ചർ പറഞ്ഞു. വൺ വേർഡ് ഇതാ കുറച്ചെണ്ണൊക്കെ തെറ്റിയിട്ടുണ്ട്, ചോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മാപ്പിൽ ഇതാ ജസ്റ്റ് ഒന്ന് ഇത്തിരി സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാലും ടീച്ചറിന് മാർക്ക് തന്നിട്ടുണ്ട്, മാപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററി 79 മാർക്കാണ്. ദെൻ ജോഗ്രഫിയിൽ ഇതേപോലെ ചോയ്സ് ഉള്ളതൊക്കെ ജോഗ്രഫി ഞങ്ങൾക്ക് 60 മാർക്കിലാണ്. ചോയ്സ് ഉള്ളതൊക്കെ വൺ വേർഡിൻ്റെ ഭാഗത്തും ചോയ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 7 എണ്ണം തന്നിട്ട് 5 എണ്ണം എഴുതിയാൽ മതി. അതേപോലെ വേറെ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്തും ഇപ്പം 7 എണ്ണം തന്നിട്ട് 5 എണ്ണം എഴുതിയാൽ മതി. അതായത് 2 എണ്ണം നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ 2 എണ്ണം വിടാനുള്ളവർ ഞാൻ എപ്പോഴും 2 എണ്ണം വിടില്ല, ഒന്നൊക്കെ എക്സ്ട്രാ എഴുതും. നമ്മളല്ലേ എഴുതുന്നത്, അതുകൊണ്ട് എല്ലാം ശരിയാവില്ലല്ലോ. അത് പണ്ട് തൊട്ടുള്ള ശീലമാണ്. ചോയ്സ് ഉള്ളത് എക്സ്ട്രാ ഞാൻ എപ്പോഴും എഴുതും. അതുകൊണ്ട് അങ്ങനെ കുറച്ച് എക്സസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ ഇങ്ങനെ എക്സസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. ജോഗ്രഫിയിൽ 59.5 മാർക്കാണ് 60. ദെൻ ഇംഗ്ലീഷിൽ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് എക്സാമിൻ്റെ മുമ്പ് എനിക്ക് ഗ്രാമർ പഠിക്കണം എന്നുള്ള കാര്യമേ മറന്നു. സാധാരണ എക്സാമിൻ്റെ തൊട്ട് മുന്നത്തെ സമയത്താണ് ഞാൻ ഗ്രാമറൊക്കെ നോക്കുക, സിലബസ് ഒക്കെ നോക്കി, ചാപ്റ്ററൊക്കെ വായിച്ചു, ടീച്ചർ എഴുതുന്ന നോട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമർ നോക്കണം എന്നുള്ള കാര്യം എക്സാം ആകുമ്പോഴേക്കും ഞാൻ മറന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാമർ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് ഞാൻ ഗ്രാമർ നോക്കിയിട്ടില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ ഗ്രാമറിൻ്റെ 2 ക്വസ്റ്റ്യൻ വന്ന് 2ഉം അങ്ങനെ ഞാൻ വിട്ടു. പിന്നെ ഒന്ന് എഴുതിയത് അതിൽ ഒരു ഇത് തെറ്റും ചെയ്തു, A ശരി B തെറ്റും ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടെ ചോയ്സ് ഇല്ലാത്തത് വിട്ടു. അതായത് ഇപ്പോൾ 3 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതണം പറഞ്ഞാൽ 2 എണ്ണം എഴുതിയില്ല, 1 എഴുതിയില്ല. അപ്പോൾ അതിൻ്റെ മാർക്ക് പോയിട്ട് പിന്നെ ഒരു ഗ്രാമറിൻ്റെ തെറ്റിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. പിന്നെ 8 മാർക്കിൻ്റെ ഒരു എസ്സേയിൽ ആദ്യം 6 മാർക്കായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ടീച്ചറോട് പോയി ചോദിച്ചു, ടീച്ചർ 8 മാർക്കിൻ്റെ അല്ലേ, ഇതിന് 6 മാർക്ക് ഇട്ടിട്ടുള്ളൂ, ഞാൻ എഴുതിയിട്ടില്ലേ, ടീച്ചർ പഠിച്ചെന്നത് എഴുതിയിട്ടില്ലേ, പോരാതെ ഞാൻ കയ്യിൽ നിന്നിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചറോട് നീ കയ്യിൽ നിന്നിട്ട് എഴുതിയിട്ടുണ്ട് മാർക്ക് പറഞ്ഞത്. പിന്നെ എനിക്ക് പറഞ്ഞിട്ട് ഒരു 2 മാർക്ക് കൂടി കൂട്ടി കിട്ടി. അപ്പോൾ അങ്ങനെ 76 മാർക്കാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മാർക്ക് ഓണം പരീക്ഷയിലുള്ളത്. എല്ലാവർക്കും ഓണപ്പരീക്ഷയുടെ പേപ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞ് നിങ്ങളുടെ കാര്യം ചോദിച്ചില്ല. എല്ലാവർക്കും പരീക്ഷാ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കൂടിയ മാർക്കാണെന്നുണ്ടെങ്കിലും കുറഞ്ഞ മാർക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പം നമ്മൾ അതിനെ ഓർത്ത് നമ്മൾ സന്തോഷിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ യാതൊരു കാര്യമില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ടേമിൽ നമുക്ക് എത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളത് നോക്കുക. പബ്ലിക് എക്സാമിന് ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റാം. സോ നിങ്ങൾ ഓൺ എക്സാമിൻ്റെ മാർക്കൊക്കെ കിട്ടിയതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. നമുക്ക് ഇനി പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ ലാസ്റ്റ് പബ്ലിക് എക്സാമിൻ്റെ സമയത്തൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ വന്ന കുറേ ക്വസ്റ്റ്യൻസാണ്. ഇനി പഠിച്ചാൽ A+ കിട്ടും, ഇനി പഠിച്ചാൽ ഫുൾ A+ കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ എപ്പോൾ പഠിച്ച് തുടങ്ങുന്നു എന്നുള്ളത് അത് മെയിനായിട്ടുള്ളൊരു കാര്യമല്ല, നമ്മൾ എത്രത്തോളം അതിൽ ഡെഡിക്കേറ്റഡ് ആവുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഓൺ എക്സാം കഴിഞ്ഞു, ഇനിയിപ്പോൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഫുൾ A+ പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും കിട്ടും, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. നമ്മൾ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അധികം ബേർഡൻ അവസാന സമയത്ത് വരാതെ നമുക്ക് ഇപ്പോൾ തന്നെ സിലബസ് കവർ ചെയ്ത് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് എക്സാം എഴുതുന്ന സമയത്തുള്ള 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഞാൻ 10ാം ക്ലാസ് മുതൽ ഞാൻ എഴുതുമ്പോൾ തുടങ്ങിയിട്ടുള്ളതാണിത്. ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞാലും ഇതുപോലെ സെപ്പറേറ്റ് വര ഇട്ട് കൊടുക്കണം, നല്ലതാണ്. അതാകുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇത്തിരി മോശമാണെന്നുണ്ടെങ്കിലും വായിക്കുന്ന ടീച്ചേഴ്സിന് ഓരോ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കാര്യം തന്നെ ഹാൻഡ് റൈറ്റിംഗ് നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയുണ്ട്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയില്ല. അപ്പോൾ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണല്ലേ പഠിക്കുന്ന കുട്ടിയെന്ന് തോന്നുള്ളൂ. അതുകൊണ്ടൊരു ഒരു സങ്കടം വിചാരിക്കുന്ന ഹാൻഡ് റൈറ്റിംഗ് ഭംഗിയില്ല എന്ന് വിചാരിച്ചിട്ട് സങ്കടം വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിങ്ങൊന്നും അല്ല. 10ാം ക്ലാസ്സിൽ ഇതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ചന്തമുള്ള കൈയക്ഷരമായിരിക്കില്ലേ. അപ്പോൾ എൻ്റെ പേപ്പർ നോക്കുന്ന ടീച്ചർമാർ ആദ്യം തന്നെ അയ്യോ ഇതെന്താതെന്ന് വിചാരിക്കുമോ എന്നുള്ളത്. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് അല്ല ശരിക്കുള്ള കാര്യം. നമ്മൾ എഴുതുന്നത് വായിക്കാൻ മനസ്സിലാകുന്ന രീതിയിൽ എഴുതുക. പിന്നെ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടും ഇങ്ങനെ വരയിട്ട് കഴിഞ്ഞാൽ നോക്കുന്ന ടീച്ചർമാർക്ക് എളുപ്പമായിട്ട് നമ്മളുടെ പേപ്പർ നോക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഭംഗിയുടെ കാര്യത്തിൽ നമ്മൾ അധികം ചിന്തിച്ച് ബോധർ ചെയ്യാതെ നമ്മൾ പഠിക്കുന്ന കാര്യത്തിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ഒക്കെ ചെയ്തെഴുതി വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി മുതൽ പഠിക്കാൻ തുടങ്ങാം. ഇനി മുതൽ നമുക്ക് പഠിക്കാനുള്ളൊരു സ്റ്റഡി ടൈം ടേബിളിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.